ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ കേരള നവോത്ഥാനത്തിലെ ഒരു നവോത്ഥാന നായകനെ പഠിക്കുകയാണ്. ചുമ്മാ പഠിക്കുകയല്ല, ഫാക്ട്സ് എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനുള്ള കോഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഉണ്ടാവുക. അപ്പോൾ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, ഇതെല്ലാം ഒരാള് തന്നെയാണ്. ഇദ്ദേഹത്തിൽ നിന്ന് PSC കൂടുതലായിട്ടും ചോദിക്കുന്നത് ഇദ്ദേഹം ജനിച്ചത് എവിടാണ്, ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്, എന്നാണ് സ്ഥാപിച്ചത്, ബൈബിള് കത്തിച്ചത് എവിടെയാണ്, പിന്നെ ഇദ്ദേഹത്തിന് ഒരു അപരനാമം ഉണ്ട്, അതെന്താണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്, ശ്രീമൂലം പ്രജാസഭയിൽ എത്ര പ്രാവശ്യം അംഗമായിട്ടുണ്ട്, തുടങ്ങിയ ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് PSCയുടെ ഭാഗത്തു നിന്ന് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഫാക്ട്സ് പഠിക്കും, പിന്നെ നമ്മൾ കോഡിട്ട് ഉറപ്പിക്കും. പൊയ്കയിൽ യോഹന്നാൻ, അദ്ദേഹം ജനിച്ചത് 1879 ഫെബ്രുവരി 17, മരിച്ചത് 1939 ജൂൺ 29. മൊത്തം 9 അല്ലേ? ഇദ്ദേഹത്തിന്റെ ഇതിൽ 9-നൊരു പ്രാധാന്യമുണ്ട്. കാരണം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 ഇനി ഇദ്ദേഹം ജനിച്ചത് ഇരവിപേരൂരാണ്. ഇരവിപേരൂർ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയില് ഈ തിരുവല്ല താലൂക്കിലുള്ളതാണ്. അപ്പൊ തിരുവല്ലയിൽ നിന്നൊരു 7 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഗ്രാമമാണ് ഇരവിപേരൂര്. ഇനി ഇദ്ദേഹത്തിന്റെ പിതാവ് കണ്ടൻ, മാതാവ് ലേച്ചി, പത്നി ജാനമ്മ. ആ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മലയാള സാഹിത്യത്തില് ചാത്തൻ, ചിരുത എന്നൊക്കെ ഉള്ള പേരുമായിട്ടൊരു റിലേഷൻ ഉണ്ടല്ലോ. അതായത് അന്നത്തെ സമയത്ത് ഈ താഴ്ന്ന ജാതിയിൽ ഉള്ളവർക്ക് ഇമാതിരി പേരല്ലായിരുന്നോ ഉണ്ടായിരുന്നേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇവരുടെ അച്ഛന്റെ അമ്മയുടെ ഭാര്യയുടെ ഒക്കെ പേര് ഇത്, പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് പൊയ്കയിൽ യോഹന്നാൻ. അതെങ്ങനെ ശരിയാവും? അതായത് എന്നെങ്ങനെയാന്ന് പറയാൻ പോവാണ്. ഇദ്ദേഹം പറയ സമുദായത്തിൽപ്പെട്ട മന്നിക്കൽ പൊയ്കയിൽ എന്ന കുടുംബത്തിലാണ് ജനിച്ചത്. അതായത് ഇദ്ദേഹം പറയ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് ഇദ്ദേഹം മതം മാറുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താ? കൊളാരൻ. ഇപ്പൊ കറക്റ്റായി. അപ്പോ പണ്ട് എന്തിനാണ് മതം മാറിക്കൊണ്ടിരുന്നത്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവര് സവർണരുടെ അധിക്ഷേപവും ആട്ടും തുപ്പും ചൂഷണവും ഒക്കെ മടുത്തിട്ട് മതം മാറിയിട്ടുണ്ട്. ഇപ്പൊ മലയാള സാഹിത്യത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, കേരളത്തിൽ വന്ന മിഷണറിമാരിൽ പ്രധാനികള് LMS, BMS, CMSകാരാണ്. അപ്പൊ LMS, BMS, CMSകാര് കേരളത്തിലുള്ളവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ താഴ്ന്ന ജാതിക്കാരും മതം മാറിയിരുന്നു, ഉന്നത ജാതിയിൽപ്പെട്ടവരും മതം മാറിയിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് അറിയാലോ. അതുപോലെ നമ്മളുടെ പൊയ്കയിൽ യോഹന്നാന്റെ ഫാമിലി, നമ്മളുടെ കുമാരഗുരുദേവന്റെ ഫാമിലി അന്നത്തെ ചൂഷണത്തിൽ മടുത്തിട്ട് എന്ത് മാറി? ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറി. അതുപോലെ 2024 LDCക്ക് വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിന്റെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. മലയാളത്തിൽ ബുദ്ധിമുട്ടുന്നവര് ഒരു കാരണവശാലും പേടിക്കേണ്ട, ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. വിത്ത് സിമ്പിൾ കോഡിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ തങ്ങളുടെ ജനത, അതായത് പറയ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ജനതയെ ചൂഷണം ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലായി. കാരണം മതം മാറി കഴിഞ്ഞിട്ട് അദ്ദേഹം ഭാഷ പഠിച്ചു. അതായത് ക്രിസ്ത്യൻ മിഷണറിമാര് ഇദ്ദേഹത്തെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചൊരു ബോധത്തോടെയാണ് ഇദ്ദേഹം വളർന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? തങ്ങളുടെ ജനത, പറയ വിഭാഗത്തിൽപ്പെട്ട അധസ്ഥിതരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ തങ്ങളുടെ ജനതയെ വേലാളർ ഒത്തിരി ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ആ 3 ഉദ്ധരണികളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോ കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഞാൻ തന്നെ നിങ്ങളെ മണിപ്രവാളവും അതും ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ എന്തെങ്കിലും കഥയോ കാര്യങ്ങളോ നമ്മൾ നന്നായിട്ട് പഠിക്കാറുണ്ടോ? നാടൻ പാട്ടുകളൊക്കെ കുറച്ച് ഒരു വഴിയിലൂടെ പഠിക്കുന്നു എന്നല്ലാതെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നൊന്നും പഠിക്കുന്നില്ല. കാരണം എന്താ? ഈ വിഭാഗക്കാർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ വർഗത്തിന്റെ ചരിത്രം ഒന്നും ഞാൻ കണ്ടില്ലേ, ബാക്കിയുള്ളവരുടെയൊക്കെ കണ്ടു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എങ്ങനെ? വിദ്യാഭ്യാസത്തിലൂടെ മനസ്സിലാക്കി. അപ്പൊ അതിനെതിരെ പോരാടണം എന്നൊരു തോന്നല് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പോരാടുകയും ചെയ്തു. ഇനി മുൻ പിതാക്കൾക്ക് വന്ന കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു, മനസ്സിലാക്കി അദ്ദേഹം. അതുപോലെ അടുത്തത്, ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. അപ്പൊ ഇത്രയും ചൂഷണങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി തന്റെ വിഭാഗത്തിൽപ്പെട്ടവർ. പിന്നെ മതം മാറിക്കഴിഞ്ഞ് അവിടെ ചെന്നപ്പോ എന്താണ് അദ്ദേഹത്തെ കാത്തിരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സവർണരുടെ ചൂഷണത്തില് മനം മടുത്താണ് ഇദ്ദേഹത്തിന്റെ കുടുംബം, യോഹന്നാന്റെ ചെറുപ്പകാലത്ത് തന്നെ കുടുംബം ക്രിസ്തു മതത്തിൽ ചേർന്നു.
അവിടെയും ഉണ്ട് ഈ സവർണര്, ക്രിസ്ത്യൻ മതം സ്വീകരിച്ചിട്ടുള്ളവരുണ്ട്. അവരിവരെ അംഗീകരിക്കുവോ? ഒരിക്കലും ഇല്ല. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ചെന്ന ഇദ്ദേഹത്തെ അവര് വിളിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിന് അറിവുള്ളത് കൊണ്ട് ഇദ്ദേഹം മാർത്തോമ സഭയിലേക്കാണ് അദ്ദേഹത്തെ ചേർത്തത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഇദ്ദേഹം അവിടെ ചെന്നത് അവിടെയുള്ള സവർണ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടായില്ല. അപ്പൊ അവരെന്ത് വിളിച്ചു ഇദ്ദേഹത്തെ? പറയൻ യോഹന്നാൻ, പുലയൻ യോഹന്നാൻ, പുലയൻ മത്തായി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു. ജാതി അധിക്ഷേപം മൂലമാണ് മതം മാറിയത്. അപ്പോഴോ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. മതം മാറിയിട്ടും അധിക്ഷേപം തുടർന്നു. അതുകൂടാതെയോ എല്ലാവരും ഉപയോഗിക്കുന്ന പള്ളി ഉപയോഗിക്കാൻ ദളിതർക്ക് അനുവാദമില്ല. അവിടെ ചെല്ലുമ്പോൾ അവരെ ഇതുപോലെ അധിക്ഷേപിച്ചു. എന്നിട്ട് അന്നത്തെ മിഷണറിമാരാ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിച്ചു. അപ്പൊ ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനൊക്കെ ഇദ്ദേഹം ചോദ്യം ചെയ്തതോടുകൂടി സഭയുടെ ഒരു കണ്ണിൽ കരടായി നമ്മുടെ പൊയ്കയിൽ അപ്പച്ചൻ മാറി. അതുപോലെ ഇദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ. ഈ 2 പേരുകളും ക്രിസ്ത്യൻ മതം സ്വീകരിച്ചപ്പോൾ കിട്ടിയതാണ്. എന്നാൽ ഈ പേര് എപ്പോഴാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു സംഘടന സ്ഥാപിക്കുകയുണ്ടായി. അതില് പ്രവർത്തിക്കുന്ന ഒരു ആദരവോടുകൂടി ഇദ്ദേഹത്തിന് കൊടുത്ത പേരാണ് കുമാരഗുരുദേവൻ. അപ്പൊ ഹിന്ദു മതത്തിൽ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയില്ല. ക്രിസ്തു മതത്തിലേക്ക് പോയപ്പോ അവിടെയും അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ദ്രാവിഡരായിരുന്നു എന്നൊക്കെ ഞാൻ മലയാളം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഹിന്ദുവല്ല, ക്രിസ്ത്യനും അല്ല. പിന്നെ ഞാനാരാ? ദ്രാവിഡ ദളിതനാണ് എന്ന് പറഞ്ഞത് പൊയ്കയിൽ അപ്പച്ചനാണ്. ക്രൈസ്തവ മതം സ്വീകരിച്ച അധസ്ഥിതർക്കെതിരെ, സഭയുടെ ഉള്ളിൽ തന്നെയുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ യോഹന്നാൻ ശക്തമായി പോരാടി. ഓൾറെഡി നമ്മളത് പറഞ്ഞല്ലോ. അപ്പോൾ ക്രിസ്തുവിന്റെ ആശയങ്ങൾ അവിടെ ചൂഷണം ചെയ്യാനുണ്ടായത്. അപ്പോൾ ക്രിസ്തുവിന്റെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നല്ല തന്നെ, പക്ഷെ അത് മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ബൈബിൾ ഈ തലമുറയ്ക്കുള്ളതല്ലെന്നും യേശു വീണ്ടും വരികയില്ലെന്നുമുള്ള പ്രഖ്യാപനവും തുടങ്ങുക. ബൈബിൾ അഗ്നിക്കിരയാക്കി. ക്രിസ്തുവിന്റെ ആശയങ്ങളും കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാവരെയും ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണെന്ന് ക്രിസ്ത്യൻ സഭ അന്ന് ചെയ്തു കൂട്ടിയത്. അപ്പോ അതിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? കുമാരഗുരുദേവൻ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചു. അപ്പോ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചത് എവിടെയാണ്? കുമാരഗുരുദേവൻ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചത് വാകത്താനത്താണ്. 1906 ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ 1906 ബൈബിള് കത്തിച്ച് പ്രതിഷേധിച്ചു. തൽഫലമായിട്ട് സഭാംഗങ്ങളൊക്കെ ഇദ്ദേഹത്തിനെതിരായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? 1908 ഈ സഭയിലെ ക്രിസ്തീയ സമുദായത്തിലെ ഈ ഉച്ചനീചൻ, അതായത് താഴ്ന്ന ജാതിയിൽ നിന്ന് വന്നവരെ അവഹേളിച്ചു, ഉന്നത ജാതിക്കാർക്ക് ഒരു വിലയും കൊടുത്തു. അപ്പൊ ആ ഒരു ഉച്ചനീചത്തിനെതിരെ അദ്ദേഹം 1908 പ്രതിഷേധിച്ച് അതിൽ നിന്ന് പിന്മാറി. അപ്പോ ഇദ്ദേഹത്തിനെതിരെ, ക്രിസ്തുവിനെതിരെ കുറെ മോശം കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സഭയിലുള്ളവർ കേസ് കൊടുത്തു. കേസ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുറച്ച് അനുയായികളും ഉണ്ട്. ഒത്തിരി ചൂഷണത്തിന് വിധേയമായ കുറെ അനുയായികൾ കൂടി ചേർന്ന് ഇവരൊരു സംഘടന പോലെ സ്ഥാപിച്ചു. ഒത്തൊരുമിച്ച് സംഘടിച്ചു. അപ്പോഴാണ് മജിസ്ട്രേറ്റ് ചോദിച്ചത്, എന്താണ് നിങ്ങളുടെ സംഘടനയുടെ പേരെന്ന്. അതുവരെ പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹം വായി തോന്നിയൊരു പേര് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞു. അങ്ങനെ 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നൊരു സംഘടന ഇദ്ദേഹം സ്ഥാപിച്ചു. PSC എപ്പോഴും ചോദിക്കുന്ന, പൊയ്കൈ യോഹന്നാൻ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS സ്ഥാപകനാരാണ്? പൊയ്കൈ യോഹന്നാൻ എന്നാണ്. 1909 പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കേസിൽ. 1909 മെയിൻ വർഷങ്ങൾ അപ്പോഴാണ് വന്നേക്കുന്ന. ബൈബിൾ എത്തിച്ച് 9 നേരെ തലതിരിച്ചിടുക 6. അതിന്റെ ആശയം എന്താന്ന് വെച്ചാൽ ഒരു ജനത എന്നതാണ്. അതിന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് ആദിയാർ ദീപം. ഇനി അപ്പോ ഇദ്ദേഹം ഇതിന്റെ ഒരു സ്ഥാപകനായിട്ട് അതിന്റെ ഒരു ദൈവ പദവി പോലെ എല്ലാവരും ആദരിക്കപ്പെട്ട് ആ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ നേതാവായിട്ട് നിന്ന സമയത്ത് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ ഇദ്ദേഹത്തെ ആദരപൂർവ്വം വിളിച്ചുകൊണ്ടിരുന്നതാണ് എന്താ? അവരുടെ ദേവനായിട്ട്, അതായത് കുമാരഗുരുദേവൻ. ഇദ്ദേഹത്തിന്റെ ബാല്യകാല പേരെന്താ? കുമാരൻ എന്നായിരുന്നു. അപ്പൊ കുമാരഗുരുദേവൻ. എന്താണ് കുമാരൻ? അതായത് നല്ല ഉച്ചാരണമൊന്നും അന്ന് അനുവദിച്ചിരുന്നില്ല.
കുമാരൻ എന്നൊന്നും പറയാൻ പാടില്ല, കുമാരൻ എന്നേ പറയാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഇദ്ദേഹത്തെ അങ്ങനെ കുമാരഗുരുദേവൻ എന്ന് അവർ വിളിക്കും. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചന്റെ ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ. എങ്ങനെ പേര് കിട്ടിയെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി അധസ്ഥിതരുടെ പ്രതിനിധിയായി, ഇമ്പോർട്ടന്റ്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാസഭയുടെ കീഴിൽ ഇദ്ദേഹം കുറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇദ്ദേഹം കുറെ സ്ഥലമൊക്കെ വാങ്ങിച്ച് സ്കൂളൊക്കെ സ്ഥാപിച്ചു. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അറിവ് പല രീതിയിൽ പ്രസംഗങ്ങളിലും പാട്ടുകളിലൂടെയൊക്കെ അറിവൊക്കെ നൽകുകയുണ്ടായി. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് ഒരു പേരും പ്രശസ്തിയും ഒക്കെ ആയി. അദ്ദേഹത്തിന് അറിവുണ്ടല്ലോ. അപ്പൊ എന്തായി, അധസ്ഥിതരുടെ പ്രതിനിധിയായിട്ട് യോഹന്നാനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്തു. എന്നാണ് അത് ഓർക്കാൻ എളുപ്പം, 1921, 1931, 21-ലും 31-ലും 2 തവണ. PSC ചോദിച്ചിട്ടുണ്ട് എത്ര തവണയാണ്? 2 തവണ. കിട്ടിയില്ലേ? അങ്ങനെ ശ്രീമൂലം പ്രജാസഭയിൽ പ്രവർത്തിച്ച് അദ്ദേഹം സർക്കാരിന്റെ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായിട്ട് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. വിദ്യാഭ്യാസമാണ് മെയിൻ എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. വിദ്യാഭ്യാസം സ്ഥാപിച്ചു. പിന്നെ ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചു. അപ്പൊ ഇദ്ദേഹം ഇത്രയും പരിപാടികളൊക്കെ നടത്തിയപ്പോൾ, നവോത്ഥാന പരിപാടികളൊക്കെ നടത്തിയപ്പോൾ, നമ്മുടെ നേരത്തെ പറഞ്ഞ ജനത ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന കുറെ ക്രിസ്ത്യൻ വിഭാഗ സഭയിലെ കുറെ ടീം ഉണ്ടല്ലോ, ഇദ്ദേഹം എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോലും അവര് വന്ന് ബഹളം ഉണ്ടാക്കും. പിന്നെ രണ്ടും കൂടെ അടിയാവും. അപ്പോൾ ഇദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്കായിട്ട് പൊരുതിയ പോരാട്ടങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്? അടിലഹള. കേട്ടോ, അടിലഹള. ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് തട്ടുന്നതായിരിക്കും, ഇപ്പൊ പ്രതികരിക്കും. ഏത് രീതിയിലുള്ള പ്രതികരണമാണെങ്കിലും ഇദ്ദേഹം നടത്തുന്ന എല്ലാ പ്രതികരണങ്ങളെയും അടിലഹള എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ സവർണ ക്രിസ്ത്യാനെയും അവർണ ക്രിസ്ത്യാനിയിൽപ്പെട്ട പെൺകുട്ടിയുടെ ഒക്കെ കല്യാണമൊക്കെ നടത്തി. കല്യാണം നടത്തിയപ്പോൾ അവിടെ മറ്റൊരു ബഹളം ഉണ്ടാക്കി, അവിടെ ഒരു അടിയായി. അതൊരു അടിലഹളയാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള അടിലഹളകൾ, ഇദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും അറിയപ്പെടുന്ന അടിലഹള എന്ന്. അപ്പൊ പലതരത്തിലുള്ള അടിലഹളകൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അത് പഠിക്കാൻ ഞാൻ കോഡിട്ട് തരാം അതിനൊക്കെ, കേട്ടോ. അപ്പൊ അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വാകത്താനം ലഹള, ബൈബിൾ കത്തിച്ച്. പിന്നെ മുണ്ടക്കയ ലഹള, മംഗലം ലഹള, വെള്ളിനടി സമരം, കൊഴുക്കും ചിറ ലഹള, വെട്ടിയാട് അടിലഹള. ഇതെല്ലാത്തിനും പൊതുവിൽ അടിലഹള എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് മുൻകാല ചോദ്യമാണ്, കേട്ടോ. 1-ാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. അപ്പൊ നമ്മൾ ഓർക്കും, ഇതെന്തോ ഒരു ബന്ധമില്ലാത്ത എവിടെ നടത്തിയേക്കുന്നത്? അദ്ദേഹം ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നു. കാരണം മിഷണറിമാർ ഇതിന് പിന്നീട് കൂട്ടുനിന്നല്ലോ. അപ്പൊ മിഷണറിമാർക്ക് ഇതിനെതിരായിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും ബ്രിട്ടനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ശരിക്കും ഇങ്ങനെ ഒരു സമരം, അല്ലെങ്കിൽ 1-ാം ലോക മഹായുദ്ധ കാലത്ത് ഇങ്ങനെ ഒരു സമരം അവിടെ നടത്തിയത്. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ? അപ്പോൾ 1-ാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നടത്തി. അപ്പൊ അതിലെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സമാധാനം, ലോകത്തിന് സമാധാനം എന്നായിരുന്നു. അപ്പൊ ബ്രിട്ടനെ എതിർത്തുകൊണ്ടും ജർമ്മനിയെ അനുകൂലിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം നടത്തിയെന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൽ. പിന്നെ മറ്റൊരു മുൻകാല ചോദ്യമുണ്ട്, കേട്ടോ. ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പേര് രത്നമണികൾ. അപ്പൊ ഇദ്ദേഹം പാട്ടൊക്കെ എഴുതുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എഴുതിയ കവിതാ സമാഹാരമാണ് രത്നമണി. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാന്റെ ആ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇന്നേന്റെത്തിരി ഇന്നതാണ്, ഇന്നേന്റെത്തിരി ഇന്നതാണ്, അത് എങ്ങനെയാണ് വന്നതെന്ന് പോലും അറിയാതെ പഠിക്കുന്ന ഒരു രീതി കുറെ പേർക്കുണ്ട്. എങ്ങനെ വന്നു, എന്ത് വന്നു, ഇതൊന്നും അറിയത്തില്ല. ഓരോ പോയിന്റും ഇങ്ങനെ പഠിക്കും. ഇതിപ്പോൾ നമ്മളൊരു കഥയിലൂടെ പഠിച്ചത്, കറക്റ്റ് ഹിസ്റ്ററിയിൽ നടന്ന കുറെ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒരു സിനിമ പോലെ നമുക്ക് ഓർത്തു വെച്ചൂടെ? സ്റ്റേറ്റ്മെന്റ് ലെവൽ തരുവാണെങ്കിലും ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ നടത്തിയെന്നൊരു കൺസെപ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി അത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് കുഞ്ഞു കോഡ് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും ഓർത്തു വെക്കാം. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ എന്താ പറഞ്ഞേ? പൊയ്കയിൽ യോഹന്നാൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തെ മതം മാറിക്കഴിഞ്ഞിട്ട് ഒരു അംഗീകാരം കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഷേധാത്മകമായിട്ട് സ്വീകരിച്ച പേരെന്താണ്? ദ്രാവിഡ ദളിതൻ എന്നാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന് പ്രത്യേകിച്ച് കോഡ് വേണ്ട, നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ കിട്ടും. ദ്രാവിഡ ദളിതനാണ്. ഇനി പ്രധാന ചോദ്യങ്ങൾ ഓർത്തു വെക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ കൺസെപ്റ്റ് വെച്ചിട്ട് ഓർത്താൽ മതി. ഇവിടെ പ്രത്യേകിച്ച് കോഡിന്റെ ആവശ്യമില്ല. കാരണം എന്റെ വർഗത്തിൽപ്പെട്ടവർക്കൊന്നും ഒരു അംഗീകാരം കിട്ടുന്നില്ല, പക്ഷെ അല്ലാത്തവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു കൺസെപ്റ്റിലാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ എന്റെ വർഗത്തിൽപ്പെട്ട താഴ്ന്ന വിഭാഗക്കാർ കുറെ അടിമത്തമൊക്കെ അനുഭവിച്ചവരാണ് എന്നൊരു കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ആശയം ഫുള്ള് നമ്മുടെ കുമാരഗുരുദേവന്റെയാണ്. പിന്നെ അടുത്ത മുൻകാല ചോദ്യം നമുക്ക് ഓർത്ത് വയ്ക്കാം. കാരണം ഇത് എവിടെ വെച്ചാണ് ബൈബിള് കത്തിച്ചത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോ 1906 വാകത്താനത്ത് വെച്ച്
ആ ബൈബിള് കത്തിച്ച് പ്രതിഷേധിച്ചത്. കാരണം ബൈബിളിലെ കാര്യങ്ങളൊന്നും അല്ലാന്ന് നടപ്പാക്കിയത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ ഒരു തന്ത്രപരമായ രാഷ്ട്രീയം എന്ന് നടപ്പാക്കിയതിന്റെ ഫലമായിട്ട് പിന്നെ എന്തിനാ ബൈബിള് എന്നൊരു ആശയം കൊണ്ടാണ് ഇദ്ദേഹം ബൈബിള് കത്തിച്ചത്. അപ്പോൾ അവിടെ ഒരു വലിയ കോടാണ് കേട്ടോ, അവിടെ ഒരു വലിയ വാഗ നിപ്പുണ്ടായിരുന്നു. വാഗയുടെ താഴെയാണ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചത്. അപ്പൊ ചൂട് പെട്ടെന്ന് ആറും. 1906 വാഗ അവിടെ നിപ്പുള്ളത് കൊണ്ട് ബൈബിള് കത്തിയതിന്റെ ചൂട് പെട്ടെന്ന് ആറും 1906 വാഗ ചുവട്ടിൽ വാഗത്താനം ബൈബിള് വാഗയുടെ ചുവട്ടിൽ കത്തിച്ചിട്ടേക്കുന്നുണ്ടല്ലോ, ഓർത്തു. അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. ഈ ചെയ്തൊക്കെ എന്നാ ഒരു പൊളിയല്ലേ. അന്ന് അത്രയും ധൈര്യം ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ആ ഒരു ജാതി വിഭാഗത്തിൽ ഉള്ളവർക്ക് പേടിയാ സംസാരിക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി പ്രതിഷേധിച്ച് നമ്മുടെ പൊയ്കയിൽ അപ്പച്ചൻ എന്തൊരു പൊളിയാണല്ലേ, നെപ്പോളിയൻ. എന്തൊരു പൊളിയാ നെപ്പോളിയൻ, മറക്കത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങളൊന്നും നോക്കാതെ പോയാൽ പരീക്ഷയ്ക്ക് വരിക, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആര് സ്ഥാപിച്ചു? നിങ്ങളാണെങ്കിൽ അയ്യോ കുറെ നവോത്ഥാന നായരുടെ പേരും പഠിച്ച് പിന്നെ അവരെ സ്ഥാപിച്ച സംഘടനയുടെ പേരും പഠിച്ച് അവസാനം എല്ലാം കൂടെ അങ്ങ് അവിയലാവണ്ട. ശ്രദ്ധിച്ചേ, പൊയ്ക. പണ്ട് നമ്മൾ രാമു ഒരു മരം വെട്ടുകാരനായിരുന്നു. മരം വെട്ടുകാരൻ കോടാലിയുമായിട്ട് മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അടുത്തൊരു പൊയ്കയിലേക്ക് കോടാലി തെറിച്ചു പോയി. പെട്ടെന്ന് വനദേവത പ്രത്യക്ഷപ്പെട്ട കഥ പഠിച്ചിട്ടില്ലേ കുഞ്ഞിലെ? അത് തന്നെ ഓർത്താൽ മതി. ഇവിടെ ഒരു പൊയ്ക എന്ന് പറയുമ്പോൾ എന്തോർക്കണം? വനദേവത പ്രത്യക്ഷപ്പെട്ട കാര്യം ഓർക്കണം. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ആ പൊയ്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വനദേവത പ്രത്യക്ഷപ്പെട്ടു, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പൊ ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുമ്പോൾ തന്നെ ആ പൊയ്കയിൽ യോഹന്നാൻ ഓർക്കണം. പിന്നെ 1909 കേട്ടോ, വനദേവത ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. 1909 പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താ? ആദിയാർ ദീപം. കാരണം ആ കോഡാണ് കേട്ടോ, ആദിയാർ ദീപം. ദ്രാവിഡ ദളിതർ എന്ന് പറയുന്ന ആശയത്തിൽ സ്വീകരിച്ച കുറെ പേരുണ്ടല്ലോ താഴ്ന്ന വിഭാഗത്തിലുള്ള, അവർക്കൊക്കെ മൊത്തത്തിൽ ഒരു ആദ്യ. അപ്പൊ എന്താ അവരുടെ ആദ്യമായിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പൊ ആദ്യം എന്തിനാ ആർക്ക് ആദി? അതെ, ഇദ്ദേഹം നല്ല നെപ്പോളിയൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ നല്ല ധൈര്യത്തോടെ. ആർക്ക് ഒരു ആദ്യം വേണ്ട. ആദിയാർ ദീപം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയ്ക്ക് ഒരു പ്രസിദ്ധീകരണം ഉണ്ടാവുമല്ലോ. ആർക്കും ഒരു ആദിയുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ആദിയാർ ദീപം ഓർക്കുക. അതായത് ഈ ഒരു ആദിയാർ ദീപം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ മീനിങ് ഒരു ജനത എന്നൊരു മീനിങ് ആണ് അതിന് വരുന്നത്. അടുത്തത്, ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ എത്ര പ്രാവശ്യം മെമ്പർ ആയിട്ടുണ്ടെന്നുള്ളത് വേണം. 2 പ്രാവശ്യമാണ്. അത് രണ്ടും ഈ 1 അവസാനിക്കുന്ന 21, 31, 21, 31, 21, 31, 21 31 കേട്ടോ. 21 31 മെമ്പർ ആയത് 2 പ്രാവശ്യം. പിന്നെ അടിലഹള ഓർക്കാൻ എളുപ്പമല്ലേ? അത് ശരിക്കും നടന്നു തന്നെയാ. കാരണം ഇദ്ദേഹം എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങോ കൂട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ ക്രൈസ്തവരെന്ന് വെള്ളമുണ്ടാകും. പിന്നെ അടിയായി ബഹളമായി കൂട്ടത്തല്ല ഇദ്ദേഹത്തിന്റെ പ്രതികരണമായി. അപ്പൊ മൊത്തത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിനൊക്കെ അടിലഹള. ഇനി ഈ അടിലഹള ഓർക്കാൻ ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവും യാതൊരു ലോജിക്കും ഇല്ലാത്തൊരു കോഡാ പറയാൻ പോണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ല. കാരണം ഈ പേരൊന്ന് ഓർത്ത് വെക്കാൻ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാകത്താനം ലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, വെള്ളിനടി, കൊഴുക്കും ചിറ, വെട്ടിയാട്ട്. ഇതോർത്ത് വെക്കാനായിട്ട് അടിലഹളയാണല്ലോ. അപ്പോൾ യാതൊരു ബന്ധവും ഇല്ല, കോഡ് മാത്രം. അപ്പോൾ ഒരു വാകത്താനം. വാകയുടെ ചോട്ടിൽ കുറെ പേര് ഒരു മുണ്ടൊക്കെ അങ്ങ് വിരിച്ചിട്ടു. മുണ്ടക്കയം. ഇതെന്താ പരിപാടി? ഒരു മംഗലം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഒരു മംഗലം കൊണ്ടുവന്ന് വെച്ചു. മംഗലം എന്തിനാ വെച്ചേ? വെള്ളവടിയേ. വെള്ളിനടി, വെള്ളവടിക്കാൻ മംഗലം കൊണ്ട് വെച്ച് മുണ്ട് വെച്ചിട്ട് വാകച്ചോട്ടിൽ. ഇത്ര ഒക്കെ ആണോ? ഇദ്ദേഹം പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാത്തിനെയും കൂടെ കിഴുക്ക് കൊടുത്തു. അപ്പോൾ കിഴുക്ക് വെച്ചിട്ട് കൊഴുക്കും ചിറ. കിഴുക്കിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അവന്മാർ പോയില്ല, ഈ മംഗലമായിട്ടിരിക്കുക. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാത്തിനെയും വെട്ടി ഓടിച്ച് കൂടെ എല്ലാത്തിനും നല്ല അടിയും കൊടുത്തു. അപ്പോൾ വിവിധ അടിലഹളകളുടെ പേരെന്താ? വാകത്താനം, മുണ്ടക്കയം, മംഗലം ലഹള, പിന്നെ വെള്ളമടിക്കാൻ വെള്ളിനടി, പിന്നെ കിഴുക്ക്, കൊഴുക്കും ചിറ, പിന്നെ വെട്ടിയാട് കൂടെ അടി, എല്ലാത്തിൻ്റെയും കൂടെ അടിലഹള എന്ന് പേര്. ഇത്ര സ്ഥലം കിട്ടിയല്ലോ. ഇനി അടുത്തത് 1-ാം ലോകം ആദ്യത്തെ സമയത്ത് എങ്ങോട്ടാണ്? അതായത് ഒരു കുളത്തിൽ നിന്ന് ഒരു കുന്നിലേക്കാണ്. അതായത് മാരംകുളത്തിൽ നിന്ന് കുളത്തൂർ കുന്നിലേക്ക്. അപ്പോൾ മാരംകുളത്തിൽ നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ്
ആ പ്രതിഷേധ ജാഥ നടത്തിയത്. അതിൻ്റെ ആ തീം എന്ന് പറഞ്ഞാൽ സമാധാനം ലോകത്തിന് സമാധാനം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരെന്താ? ഞാൻ പറഞ്ഞു ഇദ്ദേഹം പാട്ട് എഴുതുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്താ? ഇല്ലേ, രത്നമണികൾ കേട്ടോ. എന്താണ്? രത്നമണികൾ എന്നാണ് പേര്. രത്നമണികൾ മുൻകാല ചോദ്യമാണ്. അപ്പൊ ഇരവി പേരൂര്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വാകത്താനം, കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കൺസെപ്റ്റ് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നവോത്ഥാനത്തിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറയുക. നമുക്ക് ഓരോരുത്തരെയായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ച് ലിങ്ക് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചെന്നൊക്കെ തോന്നും പഠിക്കുമ്പോൾ, പക്ഷേ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ചെറിയ ചെറിയ കോഡൊക്കെ ഇട്ട് നമുക്ക് പഠിക്കാം. പിന്നെ ക്ലാസ്സിൻ്റെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതിൻ്റെ PDF വേണ്ടവർ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്ക് വാങ്ങാത്തവർ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.